അജിത് കുമാറിനെ പോലെ ഒരാൾ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP പദവി വഹിക്കാൻ യോഗ്യനല്ല എന്ന കാര്യം CPI എന്നും പറഞ്ഞ കാര്യമാണത്. കാരണങ്ങളുമുണ്ട്. പക്ഷെ പൊതുവിൽ നിങ്ങൾ മീഡിയ അത് കണ്ടിട്ടേ ഇല്ല. അത് ഒരു വ്യക്തിപര പ്രശ്നമല്ലത്, വ്യക്തിപരമായിട്ടുള്ള എക്സോ വയ്യോ അല്ല. കേരളത്തിലെ ഒരു ADGP, അതും ക്രമസമാധാന പാലന ചുമതലയുള്ള ആൾ, ഊഴം വെച്ച് RSS നേതാക്കന്മാരെ കാണുമ്പോൾ ആ കൂടിക്കാഴ്ചക്ക് ഒരു കാരണം വേണം. ഒരു വട്ടമല്ല, 2 വട്ടം കണ്ടു അങ്ങനെയുള്ള ഒരാൾ. അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി എല്ലാവരും കരുതുന്ന തൃശ്ശൂർ പൂരം കലക്കാനുള്ള ശ്രമത്തിൽ ഒരു പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ആൾ, അത്തരമൊരാൾ ADGP ലോ ആൻഡ് ഓർഡർ ആയിരിക്കാൻ യോഗ്യനല്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്. അത് വ്യക്തിപരമല്ല, ഭരണം മാറിയതുകൊണ്ട് ആ നിലപാടിന് മാറ്റമില്ല. ഇപ്പോൾ ഇത് കേരളത്തിലെ CPM പാർട്ടികൾക്കിടയിലെ തർക്കം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ശരിക്ക് എന്തിനാണ് CPI വാശി പിടിക്കുന്നത്? ഇതിൽ വാശിയൊന്നുമില്ല, ഒരു വാശിയില്ല. എല്ലാത്തിനും അപ്പുറത്ത് CPIക്ക് അറിയാം ഇടതുപക്ഷ ഐക്യമാണ് CPI രാഷ്ട്രീയത്തിൻ്റെ കാതൽ. അത് CPIക്ക് അറിയാം. ആ ഇടതുപക്ഷ ഐക്യത്തിൻ്റെ ഏറ്റവും നല്ലൊരു മാതൃകയായിട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ LDFനെ. ആ LDFിൻ്റെ രാഷ്ട്രീയ അർത്ഥവും CPIക്ക് അറിയാം. അതൊരു രാഷ്ട്രീയമായി ആഴമുള്ള കാര്യമാണത്. ആഴമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണത്. ഞാൻ പലവട്ടം പറഞ്ഞു, അതിൽ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ മുന്നണി, ജനാധിപത്യ ബോധമുള്ള മുന്നണി, വിവിധ പാർട്ടികൾ ഒത്തുകൂടിയ മുന്നണി. ആ കാര്യം ഉറപ്പാക്കാൻ വേണ്ടി CPI ആഗ്രഹിക്കുന്നുണ്ട്. അത് CPI നിലപാടാണ്. അത് CPM തർക്കത്തിൻ്റെ കാര്യമില്ല. CPM ബന്ധം ഏറ്റവും ഊഷ്മളമാക്കാനാണ് എന്നും CPI ശ്രമിക്കുന്നത്. അതുകൊണ്ട് CPIക്ക് അതൊരു തർക്കമായിട്ട് മാറ്റാനോ വലിയൊരു സംഘർഷമാക്കാനോ താല്പര്യമില്ല. CPIക്ക് നിലപാടുണ്ട്. ആ നിലപാട് എല്ലാവർക്കും അറിയാം. ഉപനേതൃ പദവിയിൽ അപ്പോൾ ആർക്കാണ് പിടിവാശി? ഒരു ചർച്ച പോലും ഫലത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതല്ലേ പുറമേ നിന്ന് നോക്കുന്നവർ മനസ്സിലാക്കുക. CPIയുടെ വാതിൽ എല്ലാ കാലത്തും ചർച്ചയ്ക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കും, എല്ലാ കാലത്തും. അപ്പോൾ വാതിലൂടെ CPM വരുന്നില്ല. അല്ല, CPMനെ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങളില്ല. ഞങ്ങളുടെ ഏറ്റവും അടുത്ത അലൈ CPM ആണ്. എല്ലായിടത്തും ഏറ്റവും അടുത്ത അലൈ സഖ്യശക്തി CPM ആണ്. ആ ബോധ്യം CPIക്ക് എപ്പോഴും ഉണ്ട്. CPMന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഇതിലൊരു പരാമർശം, ആകെ 3 പാർട്ടികളാണ് LDFിൽ പ്രാതിനിധ്യമുള്ള സഭയിൽ. അതിൽ 2 പാർട്ടികളും CPMന്റെ അഭിപ്രായത്തിനൊപ്പമാണ് ഉപനേതൃ പദവി CPMന് എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെ LDFിനകത്തൊരു വോട്ടെടുപ്പിലൂടെ പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നത് ആരോഗ്യപരമല്ല. അങ്ങനെ നീക്കമുണ്ടെങ്കിൽ അത് ആരോഗ്യപരമല്ല. പരസ്പരം സംസാരിച്ചാൽ ആ വഴിക്ക് പരിഹാരം കാണാനുള്ള മാർഗം നോക്കുന്നതിന് പകരം LDFിനകത്ത് ആളെ പിടിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ നോക്കുന്നത് LDF രീതിയല്ല. അത് LDF രീതിയല്ല. മറ്റ് ഘടകകക്ഷികളും CPMനൊപ്പം ഒറ്റപ്പെട്ടു. CPI LDFിലെ ഓരോ പാർട്ടിയുമായിട്ടും ഏറ്റവും അടുത്ത, ഏറ്റവും ഊഷ്മളമായ ബന്ധം CPIക്കുണ്ട്. അത് ഇന്നലെ ഉണ്ടായിട്ടുണ്ട്, ഇന്നുണ്ട്, നാളെയും ഉണ്ടാകും. സർ, CPM ജനറൽ സെക്രട്ടറി MA ബേബി പോലും ഡൽഹിയിൽ വെച്ച് പറഞ്ഞായിരുന്നു അത് കേരളത്തിലെ സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന്. പക്ഷെ അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള വഴി CPMൽ നിന്നൊരു ഇനിഷ്യേറ്റീവ് അങ്ങനെ ഉണ്ടാകുന്നില്ല. ഇല്ല, കഴിഞ്ഞ ദിവസമല്ലേ CPM നേതാവായ LDF കൺവീനർ സഖാവ് TP രാമകൃഷ്ണൻ ചർച്ചയ്ക്ക് വേണ്ടി മുൻകൈയെടുത്തത് നിങ്ങൾ കാണുന്നില്ലേ? CPM രാഷ്ട്രീയ ബോധമുള്ള പാർട്ടിയാണ്. CPM ദേശീയ നയങ്ങളെപ്പറ്റി നിലപാടുള്ള പാർട്ടിയാണ്. CPM ബന്ധങ്ങളെപ്പറ്റിയുള്ള വ്യക്തതയുള്ള പാർട്ടിയാണ്. ആ പാർട്ടിക്ക് നിങ്ങൾ പറയും പോലെ പെരുമാറാൻ പറ്റില്ല. സഖാവ് ബേബിയും സഖാവ് TP രാമകൃഷ്ണനും സഖാവ് ഗോവിന്ദൻ മാഷും എല്ലാം പറഞ്ഞതുപോലെ തന്നെ സംഭാഷണമാണ് അതിൻ്റെ വഴി, ചർച്ചകളാണ് അതിൻ്റെ വഴി. പറഞ്ഞു മറ്റ് ഘടകകക്ഷികളുമായിട്ട് സൗഹൃദമുണ്ടെന്ന് RJDയുടെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നത് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. RJD എന്ന് പറയുന്ന പാർട്ടി LDFിനകത്തും LDFിന് പുറത്തും ഞങ്ങളുടെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ ബന്ധമാണ്. പക്ഷേ വിട്ടുവീഴ്ച CPI ചെയ്യണമെന്ന് അവർ പറയുന്നത്. അല്ല, അതാണ് നിലപാടിൽ പറയുന്നത്രേ ഉള്ളൂ.
എന്തായാലും ഈ അങ്ങനെ ഉപനേതൃത്വം നിലപാട് പറയുന്നതുകൊണ്ട് ഒരു പാർട്ടിയെ CPI എന്ന് ഞങ്ങളുടെ പാർട്ടി ശത്രുവായി കാണില്ല. ഈ പകരം പദവി എന്തെങ്കിലും അങ്ങനെ ചർച്ച, അതായത് ഒരു വെടിനിർത്തൽ വേണമല്ലോ ഇക്കാര്യത്തിൽ. ഇതുവരെ നിങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിൽ സ്ട്രോങ് ആയി നിൽക്കുന്നു. പകരം എന്തെങ്കിലും ഫോർമുലയിലോട്ട് എത്താനുള്ള ഇതിൽ വെടിയും പുകയും ഒന്നുമില്ല. ഇത് രാഷ്ട്രീയ പ്രശ്നമാണത്, രാഷ്ട്രീയമായിട്ട് തീരും. അതിന്റെ വഴി സംഭാഷണമാണ്, ചർച്ചയാണ്. ശരി. ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയല്ലേ CPM-ലോ അല്ലെങ്കിൽ പൊതുവായിട്ടല്ലെങ്കിൽ CPM-ലോ